ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ ഇന്നൊരു കുഞ്ഞ് ലഞ്ച് വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിന്നൊരു സിമ്പിളായിട്ടുള്ളൊരു ചട്ടിച്ചോറ് തയ്യാറാക്കിയാലോ. ഇപ്പോൾ ലോക്ക്ഡൗണൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് മീനും അതുപോലെ ചിക്കനൊക്കെ കിട്ടുന്നതിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു തന്നാൽ നമ്മളുടെ വീട്ടിലുള്ള കുറച്ച് വെജിറ്റബിൾസൊക്കെ വെച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ടുള്ളൊരു ചട്ടിച്ചോറ് തയ്യാറാക്കാമെന്ന്. അപ്പോൾ അധികം വലിയ കൃഷിയൊന്നുമില്ല, നമുക്ക് വീട്ടിലേക്ക് അത്യാവശ്യത്തിനുള്ള കുറച്ച് പച്ചക്കറികളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇന്നിവിടെ കുറച്ച് വെണ്ടയ്ക്കയും അതുപോലെ പടവലും കുറച്ച് ചുവന്ന ചീരയും വെച്ചിട്ടുള്ള കുറച്ച് കറികളൊക്കെയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ ഒന്ന് പിടിച്ചിട്ട് വരുന്നതേ ഉള്ളൂ. അപ്പം കുറച്ച് പയർ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ കുറച്ച് തക്കാളി തൈകളൊക്കെ ഉണ്ട്. പിന്നെ വഴുതിരിങ്ങ ഉണ്ട്, അതുപോലെ കുറച്ച് കോളിഫ്ലവർ, ക്യാബേജ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ആയിട്ട് വരുന്നതേ ഉള്ളൂ. അപ്പോൾ വീട്ടിലേക്ക് അത്യാവശ്യത്തിനുള്ള കറിവേപ്പില നമുക്കിതിൽ തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേഗം തന്നെ നമ്മളുടെ ചട്ടിച്ചോറ് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചോറിൽ നിന്ന് തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ചോറിലേക്കുള്ള വെള്ളം ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളച്ച് കഴിഞ്ഞാൽ അതിലേക്ക് അരിയും കൂടി ഇട്ടിട്ട് ചോറ് വേവുന്ന ആ ടൈമിൽ നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള കറികളൊക്കെ ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഫസ്റ്റ് ഞാനിവിടെ വെള്ളരിക്ക കൊണ്ടുള്ളൊരു പുളിശ്ശേരിയാണ് തയ്യാറാക്കുന്നത്. അതിനായിട്ട് വെള്ളരിക്ക ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ തൊലി കളഞ്ഞിട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമുക്കിതൊരു ചട്ടിയിലേക്കൊന്ന് ഇട്ടുകൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും അതുപോലെ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് ഇത് വേവിക്കാൻ വെക്കാം. ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് വേവിക്കാൻ വേണ്ടിയിട്ട് ഇതൊന്ന് അടച്ച് വെക്കാം. ഇതൊരു വേവുന്ന സമയത്ത് നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള അരപ്പൊന്ന് തയ്യാറാക്കണം. അതിനായിട്ട് ഒരു അരമുറി തേങ്ങ ചിരവിയതെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 1/2 കപ്പ് അധികം പുളിയില്ലാത്ത തൈരും കൂടിയും ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മൾ വെള്ളരിക്ക ഇവിടെ നല്ലപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലോട്ടേക്ക് ഈ അരപ്പൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഫ്ലെയിം ഇപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള കറി ഒന്ന് താളിച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു പാനൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ച് കൊടുക്കാം. പിന്നെ കടുകും അതുപോലെ കുറച്ച് ഉലുവയും പൊട്ടിച്ചെടുക്കാം. പിന്നെ 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നമുക്ക് കറിയിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കാം. നമുക്കിതിലേക്ക് ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് മാറ്റി വെക്കാം. അപ്പം കറി എടുക്കുന്ന ടൈമിൽ ഇത് മിക്സാക്കിയാൽ മതി. നമുക്കിതൊരു സൈഡിലോട്ടേക്കൊന്ന് മാറ്റാം. അപ്പോൾ അടുത്തായിട്ട് വെണ്ടയ്ക്ക വെച്ചിട്ടുള്ളൊരു റോസ്റ്റാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ കുറച്ച് വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു സൈസിൽ കട്ട് ചെയ്താൽ മതി. അപ്പം വീഡിയോ കുറച്ച് ലെങ്ത് ആവുന്നതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചെല്ലാം ഫാസ്റ്റായിട്ടാണ് ഇത് കാണിച്ചിട്ടുള്ളത്. നമുക്കിതൊരു ബൗളിലോട്ടേക്കൊന്ന് മാറ്റാം. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള സവാളയും അതുപോലെ തക്കാളിയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു 6 അല്ലി വെളുത്തുള്ളി ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി മീഡിയം സൈസിലുള്ള ഒരു സവാള എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെക്കാം. അതുപോലെ ഒരു തക്കാളിയും ഒന്ന് കട്ട് ചെയ്ത് വെക്കാം. ഇനി നമുക്കൊരു ചട്ടി ഒന്ന് ഗ്യാസിലോട്ടേക്കൊന്ന് വെച്ച് കൊടുക്കാം. ഇനി അതൊന്ന് ഫ്ലെയിം ഒന്ന് ഓണാക്കിയിട്ട് അത് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് വെണ്ടയ്ക്ക ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒരു 5 മിനിറ്റോളം ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ അതിൻ്റെ ഒരു പശപ്പൊക്കെ മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുന്നത്.
ഇതിപ്പോൾ അത്യാവശ്യം എണ്ണയിലിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. നമുക്കിതൊരു ബൗളിലോട്ടേക്കൊന്ന് മാറ്റാം. ഇതേ ഒരു ചട്ടിയിലേക്ക് തന്നെ കുറച്ചുകൂടി ഒന്ന് ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് കുറച്ച് കടുക് ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. പിന്നെ നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ അതിലേക്ക് ഒരു പച്ചമുളകും അതുപോലെ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമുക്കിതിലോട്ടേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാളയും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ സവാളയൊക്കെ പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് വഴന്ന് കിട്ടുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ അത്യാവശ്യത്തിന് വഴന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതിലോട്ടേക്ക് തക്കാളിയും കൂടി ചേർത്തിട്ട് ഇത് അടച്ച് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിതിലോട്ടേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിവിടെ മല്ലിപ്പൊടി മിക്സ് ആക്കിയിട്ടുള്ള മുളക് പൊടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിവിടെ 1.5 ടേബിൾ സ്പൂണാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് എത്രത്തോളം ഗ്രേവി വേണോ അതിനനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് റോസ്റ്റ് ആക്കി എടുക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി വെള്ളം തിളച്ച് കഴിഞ്ഞാൽ നമുക്കിതിലോട്ടേക്ക് വെണ്ടക്കയും കൂടി ഇട്ട് കൊടുക്കാം. വെണ്ടക്കയൊക്കെ നല്ലപോലെ ഒന്ന് വെന്ത് വരുന്നവരെ നമുക്കിത് ഇതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. നമ്മളെ വെണ്ടക്ക റോസ്റ്റും ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇതൊന്ന് അടച്ചിട്ട് ഇത് സൈഡിലോട്ടേക്കൊന്ന് മാറ്റി വെക്കാം. നമുക്ക് പടവലം വെച്ചിട്ടുള്ളൊരു തോരൻ തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് പടവലം ഒന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ട് ഇതൊന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു പകുതി സവാളയും ഒരു പച്ചമുളകും കൂടി കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു 1/2 കപ്പോളം വൻപയർ വേവിച്ചിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ഭാഗത്തോളം വേവിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്തിട്ട് നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് നമ്മുടെ ചട്ടി ഒന്ന് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ഓയിലൊന്ന് ഒഴിച്ച് കൊടുത്തിട്ട് കടുകൊന്ന് പൊട്ടിച്ചെടുക്കാം. നമുക്കിതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പം ഇത് അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മാത്രം വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ പടവലത്തിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും. കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ട് ഇത് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്കൊരു ചീര വെച്ചിട്ടുള്ളൊരു പച്ചടി തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് ചീര മുറിച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുത്തിട്ടുള്ളതാണിത്. ഇനി നമുക്കിതിലേക്ക് വേണ്ടിയുള്ള അരപ്പ് തയ്യാറാക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലോട്ടേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കണം. പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയും പിന്നെ ഒരു പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്കുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഒരു 1/4 കപ്പ് തൈരും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഈ അരച്ചെടുത്തിട്ടുള്ള അരപ്പ് ഇതിലേക്ക് ചേർത്തിട്ട് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമുക്കിതിലേക്ക് കടുക് താളിച്ചൊഴിക്കാം.
അപ്പം കടുക് താളിച്ചിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊരു സൈഡിലോട്ടേക്കൊന്ന് മാറ്റി വെക്കാം. ഇപ്പോൾ തേങ്ങ വെച്ചിട്ടുള്ളൊരു ചമ്മന്തി തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു അരമുറി തേങ്ങ ചിരവിതെടുത്തിട്ടുണ്ട്. അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതും കൂടിയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല. പിന്നെ ഒരു 3 വറ്റൽ മുളകും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു കഷ്ണം പുളിയും കൂടിയും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്തിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം. നല്ല പേസ്റ്റ് പോലെ അരക്കൊന്നും വേണ്ട, കുറച്ച് തരിതരിപ്പിൽ തന്നെ അരച്ചെടുക്കാം. നമ്മൾ ചമ്മന്തി ഇവിടെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലോട്ട് ഒന്ന് മാറ്റാം. അപ്പോൾ നമ്മൾ തോരൻ എന്തായി നോക്കാം. അപ്പം തോരനും ഇപ്പോൾ അത്യാവശ്യം നല്ലപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫാക്കാം. അപ്പോൾ നമ്മൾ ചട്ടിച്ചോറ് എങ്ങനെ സെറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ചട്ടിയിലേക്ക് കുറച്ച് ചോറ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് 2 വിധത്തിൽ വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ കറികളൊക്കെ ഉണ്ടാക്കിയ ചട്ടിയിൽ തന്നെ കറികൾ കുറച്ച് മാറ്റിയിട്ട് അതിലേക്ക് തന്നെ ഇട്ടിട്ട് ചട്ടിയിൽ തന്നെ ഇട്ടിട്ട് ചോറ് സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പം ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം ചോറിന് മുകളിലോട്ട് തന്നെ നമുക്ക് കുറച്ച് മാങ്ങ അച്ചാർ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പടവലും പയറും വെച്ചിട്ടുള്ള തോരൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സൈഡിലോട്ടേക്ക് നമ്മൾ വെണ്ടക്ക റോസ്റ്റും കൂടി വെച്ച് കൊടുക്കാം. പിന്നെ ഒരു സൈഡിലോട്ടേക്ക് ചീരപ്പച്ചടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു സൈഡിലോട്ടേക്ക് തേങ്ങ ചമ്മന്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സെൻട്രലായിട്ട് നമ്മളുടെ പുളിശ്ശേരിയും കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കാം. ലാസ്റ്റായിട്ട് ഒരു പപ്പടം കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ സിമ്പിളായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ചട്ടിച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് മോരും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം മോരിൽ കുറച്ച് പച്ചമുളകും ഇഞ്ചിയും അതുപോലെ കറിവേപ്പിലൊക്കെ ചതച്ചിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം തീർച്ചയായിട്ടും ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയുമായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഉടൻ തന്നെ വേറൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്